കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു മോരുകറി ഉണ്ടാക്കിയാലോ? എല്ലാവർക്കും മോരുകറി ഉണ്ടാക്കാനൊക്കെ അറിയാം. കുമ്പളങ്ങ വെച്ചും വെള്ളരിക്ക വെച്ചും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഈ വരുന്ന വിഷുവിന് ഇങ്ങനെ ഒരു മോരുകറി ഉണ്ടാക്കി നോക്കൂ. വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ച് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ നല്ലൊരു മോരുകറി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു കഷ്ണം കുമ്പളങ്ങയും 2 പച്ച നേന്ത്രക്കായയാണ് കേട്ടോ എടുത്തു വെച്ചിട്ടുള്ളത്. നേന്ത്രക്കായ തോലെല്ലാം കളഞ്ഞ് കഴുകി അതിൻ്റെ കറയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയും കൂടിയാണ് കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊക്കെ അല്ലേ എപ്പോഴും വയ്ക്കാറ്. ഇത് രണ്ടും കൂടി ചേർത്തൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കുമ്പളങ്ങയും കായും കൂടി ഉണ്ടാക്കുന്നത്. കുമ്പളങ്ങയും ചെറിയ സ്ക്വയറായിട്ടുള്ള കഷ്ണങ്ങളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പച്ചമുളക് നമുക്ക് ചേർക്കാം. എരിവിന് മുളക് പൊടിയേക്കാൾ പച്ചമുളക് ചേർക്കുമ്പോഴായിരിക്കും കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കൊരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ എരിവിന് ആവശ്യത്തിന് ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ്. ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം. കൂടുതൽ വേണ്ട, നോക്കിയിട്ടൊക്കെ ചേർത്താൽ മതി കേട്ടോ. ഇനി കഷ്ണങ്ങൾ വേവുന്നതിന് ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇടാം കേട്ടോ. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. കൂട്ടുകാരെ, ഈ സമയം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് നല്ല മൂത്ത തേങ്ങ ഒരു മുറി ചിരവിയെടുക്കണം. അത്യാവശ്യം നല്ല പാലുള്ള തേങ്ങ എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചിരവി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങയുടെ അടിഭാഗത്തുള്ള കറുപ്പൊന്നും വരാൻ പാടില്ല. അപ്പോഴൊന്നും ഈ കറിക്ക് ഒരു രുചി കിട്ടില്ല. അതൊക്കെ കൂടി അരച്ചിട്ടാലേ. ഇനി നമുക്കതിലേക്ക് ഒരു ചെറിയ സ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കണം. ചെറിയ ജീരകമല്ലേ. എന്നിട്ട് അതൊന്ന് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. അല്പം വെള്ളം ചേർത്തിട്ട് ഇനി കുറച്ച് ചെറിയുള്ളിയും 2-3 വെളുത്തുള്ളി അല്ലിയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. കൂടുതൽ അരയേണ്ട ആവശ്യമില്ല. 2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്താലും മതി. ഈ സമയം നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തോന്നൊക്കെ നോക്കാം. ഇതാ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അടിയിലൊന്നും പിടിക്കാതെ ഇടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ നോക്കണം കേട്ടോ. അടിയിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റൊക്കെ മാറിപ്പോവും, എല്ലാവർക്കും അറിയാം. ഉപ്പൊക്കെ പാകണ്ടോ എന്നൊക്കെ നോക്കാം. ഇതാ കഷ്ണങ്ങളൊക്കെ ഏകദേശമൊക്കെ വെന്തിട്ടുണ്ടാവും. നമുക്കതൊക്കെ ഒന്ന് ഉടച്ചാൽ ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ. കുമ്പളങ്ങയൊക്കെ പെട്ടെന്ന് വേവും. കായയായാലും അത്ര മൂത്തത് വിളഞ്ഞതൊന്നുമല്ല, അതുകൊണ്ട് നന്നായി വെന്തു. ഇനി നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് സിമ്മിലിട്ടിട്ടൊക്കെ വേണം കേട്ടോ. കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കൂടുതലങ്ങ് വെള്ളമൊന്നും ആക്കണ്ട. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പച്ചവെള്ളം ചേർത്തത് കൊണ്ട് തന്നെ ഒന്ന് തിളയ്ക്കണം കേട്ടോ. ഈ സമയം ഉപ്പൊക്കെ ചിലപ്പോൾ ചേർക്കേണ്ടി വരും. കളറൊക്കെ തോന്നാൻ വേണ്ടി മുളക് പൊടിയൊക്കെ വേണമെച്ചാൽ ഇടാം കേട്ടോ. ഇതൊക്കെ തിളച്ച് വരുമ്പോൾ വറ്റി വരുമ്പോഴത്തേക്കും കളറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് തിളയ്ക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് തൈര്, 1 കപ്പ് തൈര് എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കണം. കട്ടയില്ലാതെ എടുക്കാം. പുളി കൂടുതൽ വേണ്ടവർക്ക് പുളിയുള്ള തൈര് എടുക്കാം, അല്ലാത്തവർക്ക് പുളി കുറഞ്ഞതെടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം പുളിയുള്ളതാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഒന്ന് അടിച്ച് വരുമ്പോഴത്തേക്കും കറി തേങ്ങയൊക്കെ ഒഴിച്ച് ചേർത്തത് ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അല്പം ഉപ്പ് എനിക്ക് ചേർക്കേണ്ടി വന്നു. ഒന്നും കൂടി ഇളക്കിയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം പാകമുണ്ടോയെന്നൊക്കെ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ അല്ലെങ്കിൽ സ്റ്റൗ ഓൺ ചെയ്തിട്ടൊന്നും തൈര് ചേർക്കാൻ പാടില്ല. ആ ചൂടിൽ തന്നെ ആവും. ചട്ടിയൊക്കെ നല്ല പഴുത്തിരിക്കുകയല്ലേ. നല്ല കുറുകി നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. മോരുകറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ വേണമെങ്കിൽ കുറുകി വരും. ലൂസാക്കി എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. ഇനി നമുക്കതൊന്ന് താളിച്ചൊഴിക്കാം. ഉലുവ പൊട്ടിക്കണം. കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ടിട്ട് കറിയിലേക്കൊന്ന് താളിച്ചൊഴിച്ചാൽ സൂപ്പർ മോരുകറിയാണ്. എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ.